ഫാറ്റി ലിവർ ഇന്ന് ഒട്ടുമിക്ക ആളുകളിലും കണ്ടുവരുന്ന ഒരു പ്രതിഭാസം എന്നൊക്കെ പറയാം ഈ ഫാറ്റി ലിവർ. ഇന്നലെ വന്ന ഒരു പേഷ്യൻ്റ്, അവരുടെ ഏജ് ഒരു 35 വയറുവേദനയാണ്, കുറച്ച് ബുദ്ധിമുട്ട്, അടിവയറ് വേദനയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നോർമൽ ഒരു സ്കാൻ സജസ്റ്റ് ചെയ്തതാണ്. ആ സ്കാനിൽ നോക്കുമ്പോൾ ഗ്രേഡ് 2 ഫാറ്റി ലിവർ. എന്നാൽ അവരുടെ ഒരു പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഡോക്ടർ ഞാൻ ഒരു തുള്ളി മദ്യം പോലും എടുക്കാറില്ല, എന്നിട്ട് എങ്ങനെയാണ് എനിക്ക് ഈ ഫാറ്റി ലിവർ വന്നത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു കണ്ടീഷനെ പറയുന്ന പേരാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്. ആൽക്കഹോൾ ഒന്നും ഇല്ല, എന്നാൽ ആൽക്കഹോളിനെ പോലെ തന്നെ അപകടകാരിയാവുന്ന ഒരാളുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് ഡോക്ടർ ജുമാന ഹസീൻ, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വടക്കഞ്ചേരി, പാലക്കാട്. മദ്യം പോലെ തന്നെ എന്നാൽ മദ്യത്തേക്കാൾ അപകടകാരിയായ ഒരാളുണ്ട്. നമ്മൾ കഴിക്കുന്ന ചോറ്, വെള്ളരി, ഇത് ഏറ്റവും അപകടകാരിയാണ്. ഇതാണ് ഒട്ടുമിക്ക കേരളീയരിലും ഈ ഫാറ്റി ലിവർ ഉണ്ടാക്കാൻ കാരണമായിരിക്കുന്നത്. കേരളീയർക്ക് പൊതുവേ അരിഭക്ഷണത്തോട് ഇത്തിരി ഒരു കമ്പം കൂടുതലാണ്. അപ്പോൾ ഈ അരിഭക്ഷണം 3 നേരം കഴിക്കുകയാണെങ്കിൽ, അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ ഫാറ്റി ലിവർ അല്ലേ, അപ്പോൾ ലിവറിൽ ഫാറ്റ് അല്ലേ അടിഞ്ഞുകൂടുന്നത്, ഫാറ്റ് കണ്ടന്റ് ആയിട്ട് എന്തെങ്കിലുമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കൊണ്ടായിരിക്കും എന്ന് വിചാരിക്കും. തീർച്ചയായിട്ടും അങ്ങനെയല്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഗ്ലൂക്കോസ്, നമ്മുടെ ശരീരത്തിൽ അത് ഗ്ലൂക്കോസ് ആയിട്ടാണ് ചെല്ല്. ഈ ഗ്ലൂക്കോസ് അധികമായി കഴിയുമ്പോൾ അത് ഗ്ലൈക്കജൻ ആയിട്ട് നമ്മുടെ ലിവറിലാണ് സൂക്ഷിച്ച് വെക്കുന്നത്. അപ്പോൾ ഈ ലിവറിൽ എന്താവും, ഒരു പരിധിക്കപ്പുറം അത് ഫാറ്റായിട്ടാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഗ്ലൂക്കോസ് നമ്മൾ അധികം കഴിക്കും തോറും ബോഡിയിൽ സർക്കുലേറ്റ് ആവും, നമ്മുടെ ശരീരത്തിലെ മൊത്തം ആവശ്യത്തിന് എടുത്തതിന് ശേഷം ഇത് കൊഴുപ്പായിട്ട് നമ്മുടെ ശരീരത്തിലെ കരളിലാണ് സൂക്ഷിച്ച് വെക്കുന്നത്. അതിൻ്റെ ലെവൽ കൂടി കഴിയുമ്പോൾ ഫാറ്റി ലിവർ എന്നുള്ളൊരു അവസ്ഥയിലോട്ട് പോകും. ഇതിൽ തന്നെ പല ഗ്രേഡുകളുണ്ട്. ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3. ഗ്രേഡ് 1ഉം ഗ്രേഡ് 2 ഒക്കെ നമ്മൾ യൂഷ്വലി ഡയറ്റിൽ തന്നെ, വെറുതെ മരുന്ന് കഴിക്കണ്ടല്ലോ, ലൈഫ് ലോങ് മരുന്ന് കഴിക്കണ്ട എന്ന് പറഞ്ഞ് നമ്മളത് ഡയറ്റിൽ തന്നെ റെഡിയാക്കി കൊടുക്കാറുണ്ട്. ഇനി ഗ്രേഡ് 3 ഉള്ളവർക്ക് ഡയറ്റും അതിൻ്റെ കൂടെ തന്നെ മരുന്നുകളും കൂടെ എടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചിലരുടെ സംശയം ഇതാണ്, ഡോക്ടറെ ഈ ഗ്രേഡ് 1 എത്ര മാസത്തിനുള്ളിലായിരിക്കും അല്ലെങ്കിൽ എത്ര ആഴ്ചക്കുള്ളിലായിരിക്കും എനിക്കിത് തിരിച്ച് റെഡിയാക്കാൻ പറ്റുക എന്ന് പറഞ്ഞിട്ട്. ഒരു 4 മുതൽ 6 ആഴ്ചക്കുള്ളിൽ നമുക്ക് എങ്ങനെ പോയാലും ഒരു 2 മാസത്തിനുള്ളിൽ തന്നെ ഗ്രേഡ് 1 ഉള്ളത് നമുക്ക് റിക്കവറി ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ഈ ഒരു ഡയറ്റുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ചില ഭക്ഷണങ്ങൾ ഒഴിവാക്കാനുണ്ട്, ചില ഭക്ഷണങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും വേണം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഗ്രേഡ് 1 ഉള്ളത് റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഗ്രേഡ് 2 ഉള്ളതാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു 3 മുതൽ 6 മാസം ടൈം എടുക്കും, എന്നാലും അതും നമുക്ക് റിവേഴ്സിബിൾ ആണ്. കാരണം ഈ ഒരു ലിവർ എന്ന് പറയുന്നത്, ലിവറിൻ്റെ ഒരു, നമ്മുടെ കരളിൻ്റെ ഒരു മെയിൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് പുതിയ സെല്ലുകൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട്, അതിന് റീജനറേഷൻ എന്ന് പറയും, അതിൻ്റെ ഒരു കപ്പാസിറ്റി ഉള്ള ഒരു ആളും കൂടിയാണ് ഈ കരൾ എന്ന് പറയുന്നത്. പക്ഷെ അതിന് നമ്മളൊരു സ്പേസ് കൊടുക്കുന്നില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഈ പ്രോസസ്സ് ഇങ്ങനെ ആകുമ്പോൾ അത് ഫാറ്റി ലിവറായിട്ട് പോവുകയാണ്. ഇതിൽ പലർക്കും ഇതിലൊരു ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല. അതിപ്പോൾ ഫാറ്റി ലിവർ ഇപ്പോൾ അറിയുന്നത്, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ പല പേഷ്യൻസും, സ്ത്രീകളാണെങ്കിൽ PCODക്ക് നമ്മൾ എന്തെങ്കിലും ഒരു സ്കാൻ സജസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ വാലായിട്ട് കാണും ഗ്രേഡ് 1 അല്ലെങ്കിൽ ഗ്രേഡ് 2 ഫാറ്റി ലിവർ. അപ്പോഴാണ് അവരെ അറിയുന്നത്. അപ്പോൾ ഒട്ടുമിക്ക ആളുകളും ചിലൊരു സംശയം ഉണ്ടാവും, ഡോക്ടർ ഇതിന് വരുന്നതിന് മുന്നേ എന്തെങ്കിലും ഒരു ലക്ഷണം കാണില്ലേ എന്ന് പറഞ്ഞിട്ട്. തീർച്ചയായിട്ടും ഉണ്ട്, നമുക്കത് അറിയില്ല. കാരണം ഇത് ലിവറിൻ്റെ ഫാറ്റി ലിവറിൻ്റെ ലക്ഷണമാണെന്ന് നമ്മൾ തിരിച്ചറിയാൻ വൈകും, അത്രയേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് വരുന്ന വയറ് ഗ്യാസ് മുറുകിക്കെട്ടുക, ഗ്യാസിൻ്റെ ശല്യം ഉണ്ടാവുക, ദഹനത്തിനൊരു പ്രശ്നം, പിന്നെ എപ്പോഴും ക്ഷീണം അനുഭവപ്പെടുക, ഉറങ്ങിക്കഴിഞ്ഞാലും ഒരു ഉന്മേഷക്കുറവുണ്ടാവുക, ഇതൊക്കെ ഫാറ്റി ലിവറിൻ്റെ തുടക്ക സ്റ്റേജിൽ ഓരോ അടയാളങ്ങളാണ്. അപ്പോൾ ഇത് പലർക്കും സ്കാൻ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്കിത് ഫാറ്റി ലിവർ എന്ന് അറിയപ്പെടുന്നത്. ഈ ഫാറ്റി ലിവർ ഇത് അങ്ങനെ വിട്ടു കഴിഞ്ഞു, അപ്പോൾ ഇത് ഫാറ്റി ലിവർ അല്ലേ, ഇതിനിപ്പോൾ എന്താ, കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നു, അത് ഗ്രാജുവലി അങ്ങനെ സെറ്റായിക്കോളും എന്ന് വിചാരിക്കരുത്. കാരണം ഇത് കരളിനെ തിന്നാൻ തുടങ്ങും. ഗ്രേഡ് 3 കഴിഞ്ഞാൽ ഗ്രേഡ് 4ലോട്ട് കിടക്കും. അങ്ങനെ ലാസ്റ്റിക്ക് നമ്മുടെ കരള് ഫങ്ഷനിങ്ങേ ഇല്ലാത്ത അവസ്ഥയായിട്ട് മാറും. അത് മരണത്തിന് വരെ കാരണമായേക്കാം. അപ്പോൾ തുടക്കത്തിൽ തന്നെ കണ്ടറിയുകയാണെന്നുണ്ടെങ്കിൽ നേരെ റിവേഴ്സ് ആക്കാം. അതിന് നമ്മുടെ ഭക്ഷണത്തിൽ അന്നജം പരമാവധി കുറയ്ക്കുക. ഒരു നേരം മാത്രം അന്നജം, നമ്മൾ അരിഭക്ഷണം എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ, എസ്പെഷ്യലി നമ്മൾ പറയുകയാണെങ്കിൽ ബേക്കറി ഐറ്റംസ്, അതായത് മൈദ, ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ്, ഇതിലൊക്കെ തന്നെ കാർബ്, അന്നജത്തിൻ്റെ കണ്ടൻറ്റ് വളരെയധികം കൂടുതലാണ്. അതേപോലെ തന്നെ പലർക്കുള്ള ഹാബിറ്റാണ്, ഇപ്പോൾ നോൺ വെജ്, ബിരിയാണി ഇതൊക്കെ കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു സോഫ്റ്റ് ഡ്രിങ്ക്സ്. ഈ സോഫ്റ്റ് ഡ്രിങ്ക്സിൽ കൂടുതലായിട്ടും കാർബണേറ്റഡ് ഡ്രിങ്ക്സിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ഷുഗർ എന്ന് പറയും, അതായത് നമ്മൾ
ക്രിയാത്മകമായിട്ടുള്ള പഞ്ചസാരകളാണ് കൂടുതലായിട്ടും അതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു പരിധിയിലപ്പുറം ആവുമ്പോൾ ഇതും നമ്മുടെ ലിവറിലാണ് ഫാറ്റായിട്ട് കൊഴുപ്പായിട്ട് അടിഞ്ഞുകൂടുന്നത്. അപ്പോൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് അധികം എടുക്കുന്ന ഹാബിറ്റ് ഉള്ളവർ അത് പരമാവധി കുറയ്ക്കുക. അതേപോലെ ചായ, പാൽ ചായ എടുക്കുന്ന ഹാബിറ്റ് ഉള്ളവർ പാൽ ചായ എടുക്കാം, പഞ്ചസാരയുടെ അളവ് മാക്സിമം കുറയ്ക്കുക, അല്ലെങ്കിൽ അത് ഇല്ലാണ്ട് തന്നെ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അതിനൊരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നമുക്ക് ഈ പെരുംജീരകം എന്ന് പറയും, പെരുംജീരകം ഇട്ട് തിളപ്പിച്ച വെള്ളം, അതേപോലെ തന്നെ പട്ട അതിട്ട് തിളപ്പിച്ച വെള്ളം, അങ്ങനെയൊക്കെ നമ്മൾ ചായപ്പൊടിയുടെ കൂടെ മിക്സ് ചെയ്തിട്ട് കുടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കൊഴുപ്പ് അലിയിച്ച് കളയാനായിട്ട് സഹായകരമാകുന്ന ടിപ്സാണ്. അതേപോലെ ഈ ഫാറ്റി ലിവർ ആണെന്ന് അറിയുമ്പോൾ ഒട്ടുമിക്ക പേഷ്യൻസ് നമ്മളോട് ചോദിക്കുന്നത്, ഡോക്ടറെ ഫാറ്റി ലിവർ ആണല്ലോ, ഫാറ്റ് ആണല്ലോ, അപ്പോൾ ഞാൻ ഇന്ന് മുതൽ നോൺ വെജ് ഒന്നും തന്നെ കഴിക്കുന്നില്ല, ചിക്കൻ വേണ്ട, മട്ടൺ വേണ്ട, ബീഫ് വേണ്ട, ഒരു നോൺ വെജും വേണ്ട, ഞാൻ അങ്ങോട്ട് കംപ്ലീറ്റ് വെജിറ്റേറിയൻ ആയി എന്ന് പറയും. അത് തെറ്റാണ്. കാരണം ഇതൊക്കെ തന്നെ പ്രോട്ടീൻ സോഴ്സാണ്. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ അരിഭക്ഷണമാണ് ഇതിൻ്റെ മെയിൻ വില്ലൻ, അല്ലാതെ നമ്മൾ കഴിക്കുന്ന ചിക്കനോ മട്ടനോ അല്ല. അതൊക്കെ പ്രോട്ടീൻ സോഴ്സാണ്. അത് പിന്നെയും നമ്മുടെ ലിവറിലുള്ള ഫാറ്റ്, കൊഴുപ്പിനെ അലിയിച്ച് കളയാൻ സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഒരിക്കലും അതിൻ്റെ ഇൻടേക്ക്, ഒരിക്കലും നോൺ വെജ് എടുക്കുന്നത് നമ്മൾ നിർത്തരുത്. അത് എടുക്കാം, പക്ഷെ ഷുഗർ ലെവൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഷുഗർ കട്ട് ചെയ്യാം. അതിന് ശ്രദ്ധിക്കേണ്ടത് പാലിലാണെങ്കിലും നമ്മൾ ചായ കുടിക്കുമ്പോഴും ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. മൈദ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, ബേക്കറി ഐറ്റം പരമാവധി ഒഴിവാക്കുക. ഒരൊറ്റ നേരം മാത്രം അന്നജം, അതായത് നമ്മളിപ്പോൾ വെള്ളരി ആണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ നേരം മാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിൽ തന്നെ ഞാൻ പറഞ്ഞ പോലെ തവിട് കളയാത്ത അരി ഉണ്ടാവും, അത് കുറച്ചുകൂടെ നല്ലതാണ്. പിന്നെ ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നമുക്ക് മില്ലറ്റ്, ചെറുധാന്യങ്ങൾ അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും കൂടെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ, ഇതിലെന്താ വെച്ചാൽ ഈ ചെറുധാന്യങ്ങൾ എന്താണ്, ഇപ്പോൾ ഇതും അതും ഒക്കെ തന്നെ അതിലും അന്നജം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിക്കും. അതിലും കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഈ ചെറുധാന്യങ്ങൾ, മില്ലറ്റ്സിലുള്ള ഒരു കഴിവെന്ന് പറയുന്നത് അതിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒട്ടുമിക്ക മിനറൽസും വൈറ്റമിൻസും പിന്നെ ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് അത്രയ്ക്കും പോഷകം നിറഞ്ഞതുമാണ്. എന്നാൽ വെയിറ്റ് ഗെയിൻ ആവില്ല. നമുക്ക് ഈ ഒരു ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട്, മില്ലറ്റിൻ്റെ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് നമുക്ക് വെയിറ്റ് ഗെയിൻ ആവില്ല. അതേപോലെ നല്ല കൊഴുപ്പ് അടങ്ങിയ ഭക്ഷണം ഇൻക്ലൂഡ് ചെയ്യണം. അതായത് ഇപ്പോൾ ഓലിവ് ഓയിൽ, അതേപോലെ ഒമേഗ 3 ഫാറ്റി ആസിഡ് അധികം അടങ്ങിയിട്ടുള്ള മത്തി, ചാള, അയില, ഇതൊക്കെ നല്ലതാണ്. പക്ഷേ ഈ ഒലിവ് ഓയിൽ നല്ലതാണ് എന്ന് വെച്ചാൽ അതൊരു പരിധിയിലപ്പുറം എടുത്തു കഴിഞ്ഞാൽ അതിലും ഫാറ്റ് കണ്ടൻറ്റ് കൂടുതലായിട്ട് വരും. അപ്പോൾ 1-2 ടീസ്പൂണൊക്കെ ഉപയോഗിക്കാം. ഡീപ്പ് ഫ്രൈഡ് ആയിട്ടുള്ള ഒരുപാട് എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമാണ് പരമാവധി ഒഴിവാക്കേണ്ടത്. ലൈറ്റായിട്ട് നമുക്ക് ഒരു 2 ടീസ്പൂൺ എണ്ണ ഉപയോഗിക്കുക, അതൊന്നും ഒരു കുഴപ്പമേ അല്ല. ഇതിൻ്റെ കൂടെ തന്നെ സാലഡ്സ് റെഗുലറായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഈ സാലഡുകൾ അതും നമ്മുടെ ബോഡിയുടെ ഡൈജഷന് ഹെൽപ്ഫുൾ ആവും. അപ്പോൾ സാലഡ് എടുക്കുമ്പോൾ അതിൽ മാക്സിമം നട്ട്സൊക്കെ പരമാവധി ഒഴിവാക്കാം. സാലഡ് എടുക്കുമ്പോൾ അതിൽ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഇതൊക്കെ മിക്സപ്പ് ചെയ്തിട്ട് കൂടെ തന്നെ നമുക്ക് പ്രോബയോട്ടിക് ആയിട്ടുള്ള നമ്മുടെ തൈര് അതും കൂടെ ആഡപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡൈജഷന് ഹെൽപ്ഫുൾ ആവും. നല്ല ബാക്ടീരിയാക്കൾ നമ്മുടെ വൻകുടലിൽ അധികം ഉൽപ്പാദിപ്പിക്കാനും സഹായകരമാവുന്ന ഒന്നാണ്. അത് കരളിൽ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പിനെയും അത് ഇല്ലാണ്ടാക്കും. ഇനി ഈ ഫാറ്റി ലിവർ ഉള്ളവർക്ക്, അതായത് നോൺ ആൽക്കഹോളിക് എന്ന് പറഞ്ഞല്ലോ, നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഉള്ളവർക്ക് എന്തൊക്കെ ഫ്രൂട്ട്സ് ആണ് കഴിക്കാൻ പറ്റുക, എന്തൊക്കെ ഫ്രൂട്ട്സ് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റും എന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ കിവി നല്ലതാണ്. അതേപോലെ ബെറി ഫ്രൂട്ടുകൾ ഒക്കെ തന്നെ വളരെയധികം നല്ലതാണ്. അവക്കാഡോ നല്ലതാണ്. ആപ്പിള് അതൊക്കെ റെഗുലറായിട്ട് എടുക്കാം. എന്നാൽ ഒഴിവാക്കേണ്ട ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് കാലറി കണ്ടൻറ്റ് വളരെയധികം കൂടുതലുള്ള മാമ്പഴം അതേപോലെ തന്നെ മുന്തിരി, ഇതൊക്കെ കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. എസ്പെഷ്യലി ഈ മാമ്പഴമൊക്കെ നമ്മളിപ്പോൾ ഒരു തടി കൂടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഫ്രൂട്ട് ജനറലായിട്ട് സജസ്റ്റ് ചെയ്യുന്ന ഒന്നാണ് ഈ പഴുത്ത മാമ്പഴം എന്ന് പറയുന്നത്. അത്രയും കലറി കണ്ടൻറ്റ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഫ്രൂട്ട്സുകൾ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കാം. അതേപോലെ തന്നെ പരമാവധി ഇപ്പോൾ ഡയറ്റിലോട്ട് പോകുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ ജ്യൂസുകളായിട്ട് കുടിക്കുക എന്നുള്ളൊരു ഹാബിറ്റ് ഉണ്ടാവും. ഫ്രൂട്ട്സിനെ നമ്മൾ ഡയറക്റ്റ് കഴിക്കുന്നതായിരിക്കും അതിൻ്റെ ആ ഒരു പോഷകങ്ങൾ കംപ്ലീറ്റ് നമ്മുടെ ശരീരത്തിൽ എത്തിപ്പെടാൻ സഹായകരമാവുന്ന ഒന്ന്. എന്നാൽ അത് ജ്യൂസായിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ നേര് പകുതിയായിട്ട് അതിൻ്റെ പോഷകങ്ങൾ കുറഞ്ഞു വരും. മാത്രമല്ല അതിൻ്റെ ഫൈബറും അതിൽ കുറഞ്ഞു വരും. അപ്പോൾ ഫ്രൂട്ട്സുകൾ അതേപടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, ജ്യൂസായിട്ട് എടുക്കരുത്. ആർട്ടിഫിഷ്യൽ ഷുഗർ നമ്മൾ അഡീഷണലി ആഡ് ചെയ്യുന്നതുണ്ടല്ലോ. ഇപ്പോൾ പലരും ചോദിക്കും, ആ ഷുഗറിന് പകരം നമുക്ക് ശർക്കര ആഡ് ചെയ്യാൻ പറ്റുമോ,
അല്ലെങ്കിൽ നമുക്ക് തേൻ ആഡ് ചെയ്യാൻ പറ്റുമോ? ഷുഗർ ഇൻ ദ സെൻസ് അത് എല്ലാം തന്നെ ഷുഗർ കണ്ടൻ്റ് ആണ്. അപ്പോൾ അത് പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ നിങ്ങളുടെ സ്കാൻ റിപ്പോർട്ടിൽ ഇങ്ങനെ ഒരു ഫാറ്റി ലിവർ എന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് റിവേഴ്സിബിൾ ആണ്. ലൈഫ് ലോങ് മരുന്നുകളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അത് ഇങ്ങനത്തെ ഡയറ്റുകളൊക്കെ വെച്ച് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അതേപോലെ ഓരോ വായ ഭക്ഷണം കഴിക്കുമ്പോൾ നന്നായി ചവച്ച് അരച്ച് കഴിക്കാൻ ശ്രദ്ധിക്കുക. ഓരോ ഭക്ഷണത്തിന് ശേഷം നമ്മൾ ഉച്ചഭക്ഷണം അല്ലെങ്കിൽ രാത്രി ഭക്ഷണത്തിന് ശേഷം ഒരു 10 മിനിറ്റ് നടക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതൊക്കെ തന്നെ ഡൈജഷൻ അത് പെട്ടെന്ന് ആവുകയും ഈ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് ഇല്ലാണ്ടാക്കുകയും ചെയ്യും. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ഇത് ഡോക്ടർ ജുമാന സോമിയൊക്കെ, വടക്കഞ്ചേരി, പാലക്കാട്.